നമ്മുടെ ഫ്രിഡ്ജ് വാങ്ങിയ കാർട്ടൺ ബോക്സ് ആണ് കേട്ടോ ദേ ഈ കാണുന്നത്. ഇതൊന്നും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് കളയാന്ന് വിചാരിക്കുമ്പോൾ ഇവന്മാര് രണ്ടുപേരും ഇതൊന്നും ഇറങ്ങുന്നേ ഇല്ല. ഇവർക്ക് ഇതുപോലെയുള്ള സാധനത്തിന്റെ അകത്തൊക്കെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ബോയ്ക്കും ആരോയ്ക്കും ഒരു ചെറിയ വീട് പോലെ ആക്കിയാലോ എന്നുള്ളത്. പിന്നെ തോന്നി ആ ഐഡിയ അത്ര വർക്ക് ആവില്ല എന്നുള്ളത്. ഈ ഒരു വീക്കിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം വാങ്ങി ഞാൻ ദേ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള ബോക്സിലാണ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെക്കാറ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് കട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ കവറിൽ കെട്ടി വെക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ ഇത് എല്ലാം ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾസ് ഞാൻ എപ്പോഴും ഫ്രീസറിലാണ് വെക്കാറ്, ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് അജയ് കട്ട് ചെയ്ത് തന്ന ബീട്രൂട്ട് ആണ് കേട്ടോ. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇത്രയും ദിവസം കേടാവാതെ കിട്ടിയത്. നമ്മൾ ഷോപ്പിൽ നിന്ന് ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങുന്ന പോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെജിറ്റബിൾസ് ഫ്രീസറിൽ വെക്കുമ്പോഴും. ഇത് ഞാൻ തോരൻ ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇന്ന് ക്ലയന്റിന്റെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ലഞ്ചൊക്കെ പുറത്തുനിന്നായിരിക്കും നമ്മൾ കഴിക്കുക. ഈ ഒരു തോരൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 3 ദിവസത്തേക്ക് എനിക്ക് പിന്നെ തോരൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി നമ്മുടെ ഏജൻസി ഷൂട്ട്സിനെല്ലാം അധികം അജയ് ഒറ്റയ്ക്കാണ് പോവാറ്. പക്ഷെ ഇന്ന് ഞാനും കൂടെ പോവാന്ന് വിചാരിച്ചു. ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു. നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി മേഗ്നാസിൽ വന്നതാണ്. എനിക്ക് മേഗ്നാസിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.